യെസ് ഹലോ ചോ ഹായ് നമസ്തേ. നാളെ നടക്കാൻ പോകുന്ന +1 ഹിന്ദി ആനുവൽ എക്സാമിൽ 16 മാർക്ക് ഈസി ആയിട്ട് വാങ്ങാനുള്ള പരിപാടിയാണ്. ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്തായാലും ചോദിക്കുന്നതാണ്. 16 മാർക്ക് നിങ്ങൾക്ക് സിമ്പിളായിട്ട് വാങ്ങാം. ആദ്യത്തെ 8 മാർക്കിനെ കുറിച്ച് തന്നെ പറയാം. ഓക്കെ, ആദ്യത്തെ 8 മാർക്ക് ഞാൻ ഇതിനെല്ലാം ഫിലിം സമീക്ഷയാണ്. നിങ്ങൾ ഏതെങ്കിലും കണ്ടൊരു സിനിമയുടെ നിരൂപണത്തെ എഴുതുക, ഫിലിം റിവ്യൂ ചെയ്താൽ 8 മാർക്ക് ഈസി ആയിട്ട് പഠിച്ചു വെച്ചേക്കടാ. എന്തൊക്കെയാണുള്ളത്? ഫിലിമിൻ്റെ കഥാസാർ. നിങ്ങൾ ഏതെങ്കിലും ഒരു ഫിലിം എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ആ കഥാസാർ നിങ്ങൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഓക്കെ, അതിൻ്റെ ഒരു തീം എന്താണ്, അതിൻ്റെ ഒരു സമ്മറി എന്താണെന്ന് മനസ്സിലാക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? പാത്രോं का जो अभिनय, ക്യാരക്ടേഴ്സിന്റെ അഭിനയം എങ്ങനെയാണ്, പെർഫോമൻസ് ഓക്കെ ആണോ, അതൊക്കെ നിങ്ങൾക്ക് വിലയിരുത്തിയിട്ട് എഴുതാൻ സാധിക്കുന്നതാണ്. ഏതെങ്കിലും ഇഷ്ടപ്പെട്ട ഒരു ഫിലിം എടുക്കുന്നു, അതിൻ്റെ ഒരു സമ്മറി നിങ്ങൾ മനസ്സിലാക്കുന്നു. ജസ്റ്റ് ഒന്ന് പ്രിപ്പയർ ചെയ്യില്ലേ, ഒരു ചാറ്റ് ജിപിടിയോ അല്ലെങ്കിൽ ജെമിനിയോ വെച്ചിട്ട് നിങ്ങൾ ഏതെങ്കിലും സിനിമയുടെ റിവ്യൂ ഇതൊക്കെ വെച്ചിട്ട് ഈ ഒരു ഫോർമാറ്റ് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്തിട്ട് പറയാം ഏതെങ്കിലും ഒരു സിനിമയുടെ ഈ റിവ്യൂ ഇത് വെച്ചിട്ട് ചെയ്തു തരൂ. 8 മാർക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് വാങ്ങാം. ആ സിനിമയുടെ തലക്കെട്ട് എഴുതുന്നു, ദൃശ്യമാണെങ്കിൽ ദൃശ്യം, ഓക്കെ ദൃശ്യം എന്ന് എഴുതിയിട്ട് എന്ത് ചെയ്യണം? ആ ഫിലിമിന്റെ ആ ഒരു കംപ്ലീറ്റ് കാര്യങ്ങൾ നിങ്ങൾക്ക് എഴുതാം. അല്ലെങ്കിൽ KGF ആണ് KGF, വാട്ട് എവർ വിച്ച് ഫിലിം യു ലൈക്ക് മോസ്റ്റ്, ആ ഫിലിമിനെ കുറിച്ച് ഒരു ഫിലിം റിവ്യൂ എഴുതാം. ഓക്കെ, ക്രിറ്റിസിസം എഴുതാം. എന്നിട്ട് എന്ത് ചെയ്തൊക്കെയാണ്? ആരാണ് പട്കഥ എഴുതിയത്, തിരക്കഥ ആരാണ്, സംവാദം ആരാണ്, ഛായാങ്കൺ അതായത് സിനിമാറ്റോഗ്രഫി ആരാണ്, സമ്പാദന ആരാണ്, എഡിറ്റിംഗ് ആരാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്, അതൊക്കെ നിങ്ങൾക്ക് എഴുതാൻ സാധിക്കുന്നതാണ്. പിന്നെ ഗീതും അവർ സംഗീതം, ആരാണ് ഈ സിനിമയുടെ ഗീതവും സംഗീതമൊക്കെ ചെയ്തത് ആരാണ്, ലിറിക്സും മ്യൂസിക് ഒക്കെ ആരാണ് ചെയ്തത്, നിർദ്ദേശൻ കി ജോ ഭൂമിക, നിർദ്ദേശകാരാണ്, ഡയറക്ടറുടെ ആ റോൾ എന്താണെന്നും കൂടെ മെൻഷൻ ചെയ്യുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സ്പെക്റ്റീവിൽ ഈ സിനിമ എത്രമാത്രം ഉചിതമാണ് ഇന്നത്തെ സമൂഹത്തിൽ, ഈ ഒരു സിനിമയുടെ മാറ്റിമറിക്കാനും സിനിമ എത്രമാത്രം ഉചിതമാണ്, മറ്റുള്ളവർക്കൊക്കെ നിങ്ങൾ റെഫർ ചെയ്യുമോ, ഈ സിനിമ ഡെഫിനറ്റ്ലി റെഫർ ചെയ്യുന്നൊക്കെ പറ്റുന്നതാണ്. ഓക്കെ, ദൂസറോ സെബി മേ കഹുങ്ക ഇസ് ഫിലിം കോ ജറൂർ ദേഖ്നെ കെ ലിയെ, അതൊക്കെ വെച്ചിട്ട് സിനിമയുടെ നിരൂപണം നിങ്ങൾ കണ്ട സിനിമയുടെ നിരൂപണം എഴുതി കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്താണ് 7 മുതൽ 8 മാർക്ക് 6 മുതൽ 8 മാർക്ക് വരെ നിങ്ങൾക്ക് എന്തായാലും സൂപ്പറായിട്ട് വാങ്ങാൻ സാധിക്കുന്നതാണ്. ഇത് മിസ് ചെയ്യേണ്ട. 8 മാർക്ക് അവിടെ പക്കയാണ്. ഓക്കെ, റെഡി അല്ലേ? ഈസി അല്ലേ? ഈ സിനിമയുടെ നിരൂപണം നിങ്ങൾ തന്നെ ഒന്ന് പ്രിപ്പയർ ചെയ്യത്തില്ലേ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫിലിം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ നിങ്ങൾക്ക് എഴുതാൻ സാധിക്കുന്നതാണ്. അതൊരിക്കലും ആർക്കും അടിച്ചമർത്താൻ പറ്റുന്നില്ല. നിങ്ങൾ കണ്ടതിനെ കുറിച്ച് നിങ്ങൾ എഴുതേണ്ടതാണ്. 8 മാർക്ക് ഓക്കെ അല്ലേ? വാങ്ങത്തില്ലേ? ഓക്കെ, റെഡി. സോ അടുത്ത ഞാൻ പറയാണ്, നമ്മുടെ RTA റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് 2005 പ്രകാരം നമുക്ക് എന്താണ് ഗവൺമെന്റ് നമ്മളെ സർവേ ചെയ്യുന്നവരോട് നമുക്ക് അങ്ങോട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പോൾ ചോദ്യത്തിൽ തന്നെ ഉണ്ടാവും. സാർ നമ്മൾ ഓൾറെഡി ഇതിന്റെ ഫോർമാറ്റ് പഠിച്ചാണ്. അപ്പോൾ ചോദ്യം വെച്ചിട്ട് എങ്ങനെ എഴുതാം ഞാൻ കാണിച്ചു തരാം. ചോദ്യം ഇങ്ങനെയാണ്, നിപ്പ വൈറസ് की रोकथाम के लिए, നിപ്പ വൈറസിന്റെ ആ ഒരു रोकथाम അത് തടയാൻ വേണ്ടിയിട്ട് എന്താണ് സർക്കാർ ദ്വാരാ की गई कार्रवाई की जो सूचना पाने के लिए, സർക്കാർ ചെയ്ത ആ ഒരു കാർവായിന്റെ എന്താണ് സൂചന കിട്ടാൻ വേണ്ടി ഗിരീഷ് കുമാർ അശോക് വിവാഹർ കൊല്ലം ജില്ലയിൽ എന്താണ് സാർവജനിക സൂചന അധികാരിക്ക് എന്താണ് സ്വാസ്ഥ്യ വിഭാഗ് കേരളത്തിലേക്ക് ഒരു ലെറ്റർ അയക്കുവാണ്, പത്രം അയക്കുവാണ്, RTA പത്രം അയക്കുവാണ്. ആരാണ് എഴുതിക്കുന്നതാ? ഗിരീഷ് കുമാർ. ഓക്കെ, ഫ്രം അഡ്രസ് പ്രേക്ഷക് കിട്ടിയിലെ ഗിരീഷ് കുമാറാണ്, അശോക് വിഹാറാണ്, കൊല്ലമാണ്. അതാണ് പ്രേക്ഷക്. ഫ്രം അഡ്രസ്. ടു അഡ്രസ് ഏതാണ്? സൂചന അധികാരി സ്വാസ്ഥ്യ വിഭാഗ് കേരള. ടു അഡ്രസ് കിട്ടിയില്ലേ? കേരള സർക്കാർ. ഓക്കെ, കേരള സർക്കാർ. ഓക്കെ, കേരള സർക്കാർ. ഓക്കെ, കിട്ടിയില്ലേ? ഓക്കെ, സോ ടു അഡ്രസ്സും ഇവിടെ കിട്ടിയിട്ടുണ്ട്. സോ എന്ത് ചെയ്യണം? നിങ്ങൾ അതെടുത്തിട്ട് ഇപ്പുറത്തേക്ക് മാറ്റി എഴുതുകയാണ് വേണ്ടത്. ആദ്യം തന്നെ എന്ത് ചെയ്യുന്നു? അവിടെ മാറ്റി എഴുതുന്നു. ഓക്കെ, മാറ്റി എഴുതി എങ്ങനെ വരും? നമുക്ക് ആപ്കോ കേസ് ആയക എങ്ങനെ വരും നോക്കിയാലോ? യെസ്, ഓക്കെ. പ്രേക്ഷകൻ്റെ അടുത്ത് എന്ത് ചെയ്യുന്നു? പ്രേക്ഷകൻ്റെ അടുത്ത് നമുക്ക് ഇവിടെ കിട്ടി. ആദ്യം തന്നെ നിങ്ങൾ എന്താണ് 10 രൂപയുടെ ആ സ്റ്റാമ്പ് ഒട്ടിക്കുക. 10 രൂപയുടെ ആ സ്റ്റാമ്പ് ഒട്ടിച്ചു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? പ്രേക്ഷകൻ്റെ അടുത്ത് എന്ത് ചെയ്യുന്നു? ആ ഫ്രം അഡ്രസ്സിലുള്ള ചോദ്യത്തിലെ ആ ഒരു സാധനം എന്ത് ചെയ്യുന്നു? നമ്മൾ എഴുതി വെക്കുന്നു. ഓക്കെ. സോ ഫ്രം അഡ്രസ്സിൽ എന്ത് ചെയ്യുന്നു? ആ ഒരു കാര്യം നമ്മൾ എഴുതി വെക്കുന്നു. ആരാണ്? ഗിരീഷ് കുമാർ, അശോക് വിവാർ, കൊല്ലം. ഓക്കെ, സേവാമേ ടു അഡ്രസ് സാർവജനിക സൂചനാധികാരി സ്വാസ്ഥ്യ വിഭാഗ്. ഓക്കെ, ഇവിടെ ചിലപ്പോൾ മാറും, ആൾക്കാർ മാറും. മോട്ടോർ വെഹിക്കിൾ ആണെങ്കിൽ അത് വേറെ ഡിപ്പാർട്ട്മെന്റ് ആവും. സോ സ്വാസ്ഥ്യ വിഭാഗമാണ്, ആരോഗ്യ വകുപ്പാണ്, കേരള സർക്കാർ. ക്ലിയർ അല്ലേ? എന്നിട്ട് നമ്മൾ എഴുതുന്നു മഹോദയ് സർ, എന്റെ വിഷയം എഴുതി നിപ്പ വൈറസ് की रोकथाम के लिए. അത് ഓൾറെഡി ചോദ്യത്തിലുണ്ട്. സർക്കാർ ദ്വാര കാർവായി की सूचना पाने के लिए. ഇതുവരെയാണ് എന്താണ് നമ്മുടെ ആ ഒരു സബ്ജക്റ്റ് ഉള്ളത്. ഓക്കെ, സബ്ജക്ട് വിഷയം നമ്മൾ സബ്ജക്ട് അവിടെ അതുപോലെ എഴുതി. സന്ദർഭം എന്താണ്? ഇത് എല്ലാത്തിലും ഒരുപോലെയാണ്. സൂചന का अधिकार अधिनियम 2005 റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് റെഫറൻസ് ആണ് പറയുന്നത്. RTA 2005 പ്രകാരമാണ് ഞാൻ ഈ ഒരു ഇത് എഴുതുന്നത്. ക്ലിയർ അല്ലേ? ഇതുവരെ ക്ലിയർ അല്ലേ? ഇനി നമ്മൾ എഴുതുന്നു മാങ്കി ഗൈ സൂചനാക്കി വിവരം. നമ്മൾ ചോദിച്ച കാര്യങ്ങളാണ്. എന്തൊക്കെ കാര്യങ്ങളാണ് ഗവൺമെന്റിനോട് ചോദിക്കുന്നത്? നിപ്പ വൈറസ് की रोकथाम के लिए സർക്കാർ ദ്വാര क्या कार्रवाई ली गई है. നിപ്പ വൈറസ് നിർത്താൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് സർക്കാർ എന്തൊക്കെ പരിപാടികളാണ് ചെയ്തിട്ടുള്ളത്? ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം എന്താണ്? നിപ്പ വൈറസ് की इलाज के लिए अस्पतालों में क्या कार्रवाई की गई है. ഇതാണ് ക്വസ്റ്റ്യൻ. क्या कार्रवाई की गई है, क्या कार्रवाई की गई है. അതെന്തായാലും ഉൾപ്പെടുത്തണം. നിപ്പ വൈറസ് നിർത്തലാക്കാൻ എന്തൊക്കെയാണ് ആസ്പത്രിയിൽ എന്തൊക്കെ പരിപാടികളാണ് ചെയ്തത് അത് ഉൾപ്പെടുത്തും. അടുത്തതാണ് നിപ്പ വൈറസ് के बारे में जनता को सचेत करने के लिए सरकार द्वारा क्या कार्रवाई की गई. ഓക്കെ, എന്തൊക്കെയാണ് ഇതിനെ ജനങ്ങളെയൊക്കെ ബോധവൽക്കരിക്കാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തത്? ഓക്കെ, ഇതാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതെപ്പോഴും നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാം. ഓക്കെ, ഇതെപ്പോഴും നിങ്ങൾക്ക് ഉൾപ്പെടുത്താം. എന്താണ്? യെസ്, ഏതെങ്കിലും ഒരു കാര്യത്തെ ഉപയോഗിച്ചിട്ട്
അതിലെന്തൊക്കെയാണ് കാർവായി നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്തതെന്ന് ചോദിച്ച് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ആ ഒരു 3 ക്വസ്റ്റ്യൻസ് അവിടെ ആഡ് ചെയ്യുന്നു, പരിപാടി തീരുന്നു. അവസാനിപ്പിക്കേണ്ട എങ്ങനെയാണ്? ക്വസ്റ്റ്യൻ മാർക്കിലാണ്. ഓക്കെ, സോ കൊല്ലം എപ്പോഴാണ് അയക്കുന്നത്? സ്ഥാൻ താരിഖ് അവിടെ എഴുതുന്നു. ഭവതിയെ എന്ന് പറയുന്നത് ഫെയ്ത്ത്ഫുള്ളി എഴുതുന്നു. ആരാണ് അയക്കുന്നത്? സിഗ്നേച്ചർ, അതുപോലെ തന്നെ പേര്. അത് നമ്മൾ എപ്പോഴും മറ്റേ പത്ര ലെറ്ററിൽ ഉപയോഗിക്കുന്ന അതേ ഫോർമാറ്റ് ആണ് താഴെ ഉപയോഗിക്കുക. സോ മുകളിലെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ ഇതാണ് RTIയുടെ നമ്മൾ എങ്ങനെയാണ് ലെറ്റർ തയ്യാറാക്കുക എന്നുള്ളത്. ക്ലിയർ അല്ലടാ? 8 കൂടി 16 മാർക്ക് വാങ്ങാൻ പറ്റുന്നതാണ്. ഈസി ആയിട്ട് വാങ്ങിച്ചെടുത്തോ, വളരെ സിമ്പിളാണ്. ഈസി ആയിട്ട് 1 2 3 തവണ റെഫർ ചെയ്താൽ മതി, നിങ്ങൾക്ക് ആ ഒരു മാർക്ക് ലഭിക്കുന്നതാണ്. സോ ടീക്ക് വെച്ചോ, ക്ലാസ് के बारे में എന്താണ്? ഓക്കെ അല്ലേ? മനസ്സിലായില്ലേ? കൺസെപ്റ്റ് റെഡി അല്ലേ? എന്തായാലും നല്ലൊരു മാർക്ക് എല്ലാവർക്കും കിട്ടും. എല്ലാവർക്കും വെരി ഓൾ ദ बेस्ट जोश. सो कमेंट बॉक्स में आपका जो फीडबैक बता सकता है. ठीक है बच्चों, मिलते हैं अगली वीडियो में. थैंक यू.